പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ജെമല്ലി ആശുപത്രിയിൽ ബൈലാറ്ററൽ ന്യൂമോണിയയുമായി അഡ്മിറ്റഡ് ആയിട്ട് ഇതാ ആഴ്ചകൾ പിന്നിടുന്നു. തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ വലിയ ഫലമുണ്ട് എന്നുള്ളതിന് തെളിവാണല്ലോ ഇന്നലെ വത്തിക്കാൻ സ്ക്വയറിൽ ജപമാല മധ്യേ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ സാധിച്ചത്. അതിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു: എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാനിതാ നന്ദി പറയുന്നു. എല്ലാ ദിവസവും നമ്മൾ പരിശുദ്ധ ബലിയിലും വ്യക്തിപരമായ പ്രാർത്ഥനയിലുമെല്ലാം നമ്മൾ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വ്യക്തിപരമായ ഒരു ദൈവാനുഭവം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് മാർച്ച് 7-ാം തീയതിയാണ്. കഴിഞ്ഞ വർഷം 2024 മാർച്ച് 7-ാം തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പയെ നേരിൽ കാണുവാൻ ഭാഗ്യം ലഭിച്ചപ്പോൾ, അന്ന് എൻ്റെ ജന്മദിനമാണ് എന്ന് പറഞ്ഞപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു പ്രത്യേക കൊന്ത എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്നത് സാധാരണ കൊടുക്കുന്ന ഒരു കൊന്തയായിരുന്നില്ല, വിശിഷ്ട അതിഥികൾക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേക ജപമാലയായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ചിന്തിച്ചു, ഇന്നേ ദിവസം മാർച്ച് 7-ാം തീയതി പ്രാർത്ഥിക്കുവാനായി സാധാരണയായി മരിയൻ സാങ്ച്വറിയിൽ ഞാൻ പോകാറുണ്ട്. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ ജെമല്ലി ആശുപത്രിയുടെ സെയിൻറ്റ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ചാപ്പലിൽ വന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു, മാതാവേ, പരിശുദ്ധ പിതാവ് കിടക്കുന്ന ആ മുറിയുടെ അരികിൽ പോയി പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നീ എനിക്ക് ഒരു അവസരം തരണം. ഒരിക്കലും അവിടേക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലമാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അത്ഭുതമെന്ന് പറയട്ടെ, പരിശുദ്ധ അമ്മ അതിനുള്ള അവസരം തന്നു. ഞാൻ പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അഡ്മിറ്റഡായി കിടക്കുന്ന മുറിയുടെ മുമ്പിൽ ആ വാതിലിനോട് ചേർന്ന് മുട്ടുകുത്തി ആ നിമിഷം ലോകമെമ്പാടും അർപ്പിക്കുന്ന തിരുബലിയോട് ചേർത്ത് പരിശുദ്ധ പിതാവിനായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളോടും ചേർന്ന് കരുണക്കൊന്ത ചൊല്ലി പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു ഭാഗ്യം പരിശുദ്ധ അമ്മ തന്നു. സഹോദരങ്ങളെ, ഞാനിത് പറയുന്നത്, നമ്മൾ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവുമായി ആഴമായൊരു ബന്ധത്തിലായിരുന്നു കൊണ്ട് പിതാവിന് വേണ്ടി നമ്മൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളൊന്നും പാഴായി പോവുകയില്ല. നമുക്ക് തുടർന്നും നമ്മളുടെ പ്രാർത്ഥനകൾ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി സമർപ്പിക്കാം. ഈ വരുന്ന മാർച്ച് 13-ാം തീയതിയാണ് അദ്ദേഹം പരിശുദ്ധ പിതാവായതിൻ്റെ മാർപ്പാപ്പയായി മാറിയതിൻ്റെ വാർഷിക ദിനം. നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ മാർച്ച് 19-ാം തീയതി വിശുദ്ധ യൗസേ പിതാവിൻ്റെ തിരുനാളാണ്. വിശുദ്ധ യൗസേ പിതാവിനോട് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഒത്തിരി സ്നേഹവും അടുപ്പവും ഉണ്ട്. അപ്പം നമ്മുടെ പ്രാർത്ഥനകൾ വഴിയായി പരിശുദ്ധ പിതാവ് ഈ ദിവസങ്ങൾക്കുള്ളിൽ അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ച് തിരിച്ച് സന്ത മർത്തയിലേക്ക് തിരിച്ചു പോകാൻ ഇടയാകട്ടെ എന്നും പരിശുദ്ധാത്മാവ് നയിക്കുന്നത് പോലെ തിരുസഭയുടെ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങൾക്കുമുള്ള ക്രമീകരണം വരുത്തുവാനും പരിശുദ്ധാത്മാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ സഹായിക്കട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി തിരുസഭയ്ക്ക് വേണ്ടി, ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ വത്തിക്കാൻ സ്ക്വയറിൽ നടക്കുന്ന ജപമാലയോടും ലോകം മുഴുവനും അർപ്പിക്കപ്പെടുന്ന ബലികളോടും നമ്മുടെ വ്യക്തിപരമായ സമൂഹമായ പ്രാർത്ഥനകളോടും ചേർത്ത് ഉള്ള പ്രാർത്ഥനകൾ നമുക്ക് ഇനിയും തുടരാം. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യത്തിന് വേണ്ടി തുടർന്നും നമുക്ക് പ്രാർത്ഥിക്കാം.